പനി പിടിച്ച 7 വയസ്സുകാരി കൊച്ചുമകളെ നടുക്ക് കിടത്തി അപ്പുറവും ഇപ്പുറവും കിടന്ന അപ്പൂപ്പനും അമ്മൂമ്മയും. അർദ്ധരാത്രി കണ്ണു തുറന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ ഷോക്കാവുകയാണ്. എന്താണ് അവരവിടെ കണ്ട ആ കാഴ്ച? ഒട്ടനവധി ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ ഒരു സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ആന്ധ്രയിലെ കൊത്തമംഗലം പേട്ട എന്ന ഗ്രാമത്തിലാണ് വിഷ്ണുവർദ്ധനും ഭാര്യ ചന്ദ്രകലയും താമസിച്ചിരുന്നത്. ഇവർക്ക് ഒരേ ഒരു മകൾ 7 വയസ്സുകാരി ഗംഗ. ഇവരൊരു കൂട്ടുകുടുംബത്തിലാണ് കഴിഞ്ഞിരുന്നത്. അവിടെ ചന്ദ്രകലയുടെ അച്ഛൻ ആഞ്ജനേയ പ്രസാദ്, അമ്മ രുക്മിണി, ചന്ദ്രകലയുടെ സഹോദരി ലക്ഷ്മി, ലക്ഷ്മിയുടെ ഭർത്താവ് രമണൻ, ഇവരുടെ ഒരേ ഒരു മകൻ, ഇങ്ങനെ ഇത്രയും പേരാണ് അവിടെ ഉള്ളത്. ജോയിൻറ്റ് ഫാമിലി ആണെങ്കിലും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ സന്തോഷമായിട്ടാണ് ഇവരെല്ലാവരും കഴിഞ്ഞിരുന്നത്. ഇതിൽ ചന്ദ്രകലയ്ക്കും ഭർത്താവിനും നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതിനാൽ ഇവർ മകളായ ഗംഗയെയും പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കാൻ ഈ ദമ്പതികൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതിനായിട്ട് നല്ല കാശ് സമ്പാദിക്കേണ്ടത് ആവശ്യമായതിനാൽ ചന്ദ്രകലയും വിഷ്ണുവും അവരുടെ വിദ്യാഭ്യാസത്തിനൊത്ത ജോലി നേടാൻ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇവർ നാട്ടിൽ ബെറ്റർ സാലറി കിട്ടുന്ന ജോലിയൊന്നും കിട്ടാത്തതിനെ തുടർന്ന് വിദേശത്തേക്ക് ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ ഖത്തറിൽ ഇവർക്ക് 2 പേർക്കും ഒരു ഓഫീസിൽ ജോലി ശരിയാവുകയാണ്. എന്നാൽ ഗംഗയുടെ കാര്യം ഇവരെ വല്ലാതെ അലട്ടി. കുട്ടിയെ അങ്ങോട്ടേക്ക് തൽക്കാലം കൊണ്ടുപോകാൻ പറ്റില്ല. ഒടുവിൽ വിഷമത്തോടെ തന്നെ ഇവരുടെ മകളെ അച്ഛനമ്മമാരെയും സഹോദരിയെയും ഏൽപ്പിച്ച് പോവുകയാണ്. മാസാമാസം കുട്ടിയുടെ ചിലവിനുള്ള കാശൊക്കെ നാട്ടിൽ അയച്ചു തരാമെന്ന് പറഞ്ഞാണ് ചന്ദ്രകലയും ഭർത്താവും പോകുന്നത്. ഖത്തറിലെത്തിയ ശേഷം ജോലിയിൽ പ്രവേശിച്ച് 1 മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് ഈ ദമ്പതികൾ പണവും അയച്ചു കൊടുത്തു. സമയം കിട്ടുമ്പോഴെല്ലാം മകളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗംഗയ്ക്ക് ഒരു പനി പിടിപെടുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുട്ടിക്ക് ചികിത്സ കൊടുത്ത ശേഷം ഗംഗയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കുട്ടിക്ക് നല്ല റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അമ്മ അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ ഗംഗ വളരെയധികം വാശി പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പനിക്ക് വലിയ കുറവൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും ഗംഗയ്ക്ക് കറക്റ്റ് സമയത്ത് മരുന്നൊക്കെ കൊടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും ആ കുടുംബം നന്നായി നോക്കി. അങ്ങനെ ഗംഗയ്ക്ക് ഏകദേശം പനിയൊക്കെ കുറഞ്ഞു തുടങ്ങി. അമ്മൂമ്മയുടെ അടുത്ത് കിടന്നുറങ്ങിയ ഗംഗയെ നോക്കിയിട്ട് അപ്പൂപ്പൻ ആഞ്ജനേയൻ പറയുകയാണ്, എന്തെങ്കിലും രാത്രി അത്യാവശ്യം വന്നാൽ നീ ഉറങ്ങിപ്പോയാലോ, അതുകൊണ്ട് ഞാനും ഇന്നിവിടെ കിടക്കാം. അത് ശരി തന്നെ എന്ന് തോന്നിയ അവർ ഗംഗയെ നടുക്ക് കിടത്തിയിട്ട് അപ്പുറവും ഇപ്പുറവും വളരെ അലർട്ടായിട്ട് കിടന്നു. അർദ്ധരാത്രി ആയതും മരുന്നിൻ്റെ എഫക്റ്റിൽ നല്ല ഉറക്കത്തിലാണ്ട ആ 7 വയസ്സുകാരിക്ക് എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. അവൾ അരമയക്കത്തോടെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് കട്ടിലിൽ കിടന്ന തന്നെ തറയിൽ കിടത്തി അപ്പൂപ്പൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണ്. അതെ, 61 വയസ്സായ ആഞ്ജനേയൻ എന്ന ആ വൃദ്ധൻ സ്വന്തം കൊച്ചുമകളെ നശിപ്പിക്കാൻ ശ്രമം നടത്തുകയാണ്. ഇത് കണ്ട ഗംഗ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. കാരണം ഈ മനുഷ്യൻ ആ കുട്ടിയുടെ വായ ബലമായി പൊത്തിപ്പിടിച്ച് അവളെ തറയിലേക്ക് ഇങ്ങനെ അമർത്തി പിടിച്ച് വച്ചിരിക്കുകയാണ്. ഇത്രയും അവിടെ നടന്നിട്ടും കട്ടിലിൽ കിടന്നുറങ്ങിയ രുക്മിണി യാതൊന്നും അറിഞ്ഞില്ല. അതായിരുന്നു അയാളുടെ ധൈര്യവും. എന്നാൽ ഗംഗ തൻ്റെ വായിൽ പൊത്തിപ്പിടിച്ച അയാളുടെ കയ്യിൽ എങ്ങനെയോ കടിച്ചു. അതിനെ കൊണ്ട് ആഞ്ജനേയൻ കുട്ടിയുടെ വായിൽ നിന്നും കൈയെടുത്തു. അപ്പോൾ തന്നെ അവളെ ഉറക്കെ വിളിച്ച് ബഹളം വയ്ക്കുകയാണ്, ബുജ്ജമ്മ എന്നും പറഞ്ഞിട്ട്. ഈ ബുജ്ജമ്മ എന്നാൽ ആന്ധ്രയിൽ അമ്മൂമ്മയെ വിളിക്കുന്നതാണ്. ഇത് കേട്ടുണർന്ന രുക്മിണി അവിടെ കാണുന്നത് തൻ്റെ ഭർത്താവ് സ്വന്തം കൊച്ചുമകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണ്. ഭാര്യ എഴുന്നേറ്റ് കാര്യങ്ങൾ കണ്ടതും ആഞ്ജനേയൻ ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങിപ്പോയി വരാന്തയിലിരുന്നു. ഈ ബഹളം കേട്ട് ആ മുറിയിൽ വന്ന ലക്ഷ്മിയും രമണനും കാര്യം അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തെളിവോടെ അവരെ അറിയിച്ചു. ഇത്രയും കേട്ടിട്ടും ആഞ്ജനേയനോട് ഒന്നും ഇതേപ്പറ്റി ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ ഗംഗയെ വിളിച്ചടുത്തിരുത്തി ലക്ഷ്മി പറഞ്ഞത് ഇങ്ങനെയാണ്, നോക്കുമോളെ, അപ്പൂപ്പൻ കള്ളു കുടിക്കുന്നത് കൊണ്ട് ബോധമില്ലാതെ എന്തൊക്കെയോ നിന്നോട് ചെയ്തതാണ്. അറിഞ്ഞുകൊണ്ടല്ല അപ്പൂപ്പൻ അതൊന്നും ചെയ്തത്. നീ ഇതൊന്നും ആരോടും പറയാൻ പോകരുത്, പ്രത്യേകിച്ച് നിൻ്റെ അമ്മയോട്. ഏതാണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ചന്ദ്രകലയെ ഫോൺ വിളിച്ചിട്ട് ഈ ലക്ഷ്മി പറയുകയാണ്,
ഞങ്ങൾ പൈസയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി ജീവിക്കുന്നത് കൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നിൻ്റെ മോളെ നോക്കാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും ഞങ്ങൾക്ക് ആർക്കും സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് നീ വന്ന് നിൻ്റെ മോളെ കൊണ്ടുപോകണം. ഇത് കേട്ട ചന്ദ്രകല ആകെ പ്രയാസത്തിലാവുകയാണ്. വിഷ്ണുവർദ്ധനോട് ലക്ഷ്മി അറിയിച്ച കാര്യങ്ങളൊക്കെ ചന്ദ്രകല പറയുന്നു. ഇരുവരും ഇരുന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുത്തു. അതായത് കുറച്ച് മാസം കുട്ടിയെ ഏതെങ്കിലും ബോർഡിങ്ങിലാക്കിയിട്ട് ഖത്തറിലേക്ക് തങ്ങൾക്കൊപ്പം കൊണ്ടുവരാം. എന്തായാലും അതിന് ചന്ദ്രകല നാട്ടിലെത്തിയേ പറ്റൂ. ചന്ദ്രകല അങ്ങനെ ലീവ് എടുത്ത് ഒറ്റയ്ക്ക് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. നാട്ടിലെത്തിയ ചന്ദ്രകലയ്ക്ക് ആ കുടുംബം വലിയ ഒരു സ്വീകരണമല്ല കൊടുത്തത്. തന്നോട് യാതൊരു അടുപ്പവും സ്നേഹവും ഒന്നും ആ കുടുംബം കാണിക്കാത്തതിൽ ചന്ദ്രകലയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണ്. താൻ എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെയാണല്ലോ ഇവരുടെ പെരുമാറ്റമെന്ന് ചന്ദ്രകല ഇങ്ങനെ ചിന്തിക്കുന്നു. എന്തൊക്കെയോ പന്തികേടുകൾ ഉണ്ടെന്ന് തോന്നിയ ചന്ദ്രകല ഗംഗയെ പുറത്തൊരിടത്ത് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഫോണിൽ വീഡിയോ ഓണാക്കി വിശദമായി കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഗംഗ ഭയന്ന് വിറച്ച് അന്ന് രാത്രി ഉണ്ടായതെല്ലാം അമ്മയോട് പറയുന്നത്. എല്ലാം പറഞ്ഞ ശേഷം ഗംഗ വല്ലാതെ കരയാൻ തുടങ്ങി. ആ കരച്ചിലിനിടയിലാണ് ഗംഗ ഒരു കാര്യം കൂടി ചന്ദ്രകലയോട് പറയുന്നത്. ലക്ഷ്മി അമ്മ അതിനുശേഷം എന്നും എന്നെ വഴക്ക് പറയുകയും വെറുതെ അടിക്കുകയും ഒക്കെ ചെയ്യും. ഇതെല്ലാം ബുജ്ജമ്മ കണ്ടാലും മിണ്ടില്ല. ഇതെല്ലാം കേട്ട ചന്ദ്രകലയ്ക്ക് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ്. ഗംഗയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ചന്ദ്രകല ഈ വീഡിയോ വിഷ്ണുവിന് അയച്ചു കൊടുക്കുന്നു. ഇത് കണ്ട അയാൾ ഞെട്ടി. 7 വയസ്സായ തൻ്റെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അയാളെ വെറുതെ വിടരുതെന്ന് ചന്ദ്രകലയോട് വിഷ്ണു പറയുകയാണ്. വിഷ്ണു പറഞ്ഞ പ്രകാരം ഗംഗയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ചന്ദ്രകല തൻ്റെ അച്ഛൻ തൻ്റെ മകളോട് ചെയ്ത ക്രൂരത പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. എന്നാൽ ആ കംപ്ലൈൻറ്റ് സ്വീകരിച്ച പോലീസ് ആ കുടുംബത്തിലെ എല്ലാവരെയും സ്റ്റേഷനിൽ ഉടനെ തന്നെ വിളിച്ചു വരുത്തുകയാണ്. പക്ഷേ നടന്നുവെന്ന് പറയുന്നത് സത്യമാണോ എന്ന് പോലീസ് അവരോട് ചോദിച്ചപ്പോൾ അവർ 4 പേരും അതൊക്കെ പാടെ നിഷേധിച്ചു. ചന്ദ്രകലയുടെ അമ്മ രുക്മിണി പറഞ്ഞത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പനി പിടിച്ച് കിടന്ന ഈ കുട്ടിക്ക് കാവലായാണ് എൻ്റെ ഭർത്താവ് അന്ന് അവിടെ കിടന്നത്. രാത്രിയായപ്പോൾ ഈ കുട്ടി ഉറക്കത്തിൽ എഴുന്നേറ്റ് പുറത്തു പോകാൻ ശ്രമിക്കുന്ന ശബ്ദം കേട്ടാണ് ഞങ്ങൾ 2 പേരും ഉറക്കമുണർന്നത്. ഇത് കേട്ട ചന്ദ്രകലയും ഗംഗയും ആകെ ഞെട്ടിപ്പോയി. പോലീസ് ഇത്രയും കേട്ടതും യാതൊരു എൻക്വയറിയും എടുക്കാതെ തന്നെ ഇനി ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നും പറഞ്ഞ് താക്കീതും നൽകി എല്ലാവരെയും പറഞ്ഞു വിടുന്നു. കാര്യങ്ങൾ അറിഞ്ഞ വിഷ്ണു ഭാര്യയോട് പോലീസ് പോലും ഇടപെടാത്ത സ്ഥിതിക്ക് ഇനി നിനക്ക് അവിടെ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമത്തോടെ അവളെ സമാധാനിപ്പിക്കുകയാണ്. എന്നാൽ ഇവിടം കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരുന്നില്ല. പ്രശ്നങ്ങൾ വഷളാവുകയാണ്. ലക്ഷ്മി സ്വന്തക്കാരോടും അയൽവാസികളോടും മറ്റും ചന്ദ്രകലയും ഗംഗയും പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇത് കേട്ട ബന്ധുക്കൾ ചന്ദ്രകലയെ കുറ്റക്കാരിയാക്കി അവരോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഇതിൽ മനംനൊന്ത ചന്ദ്രകല വീണ്ടും സ്റ്റേഷനിൽ പോയിട്ട് എന്നെയും എൻ്റെ മകളെയും പറ്റി ലക്ഷ്മിയും ഭർത്താവും മോശം കാര്യങ്ങൾ പറഞ്ഞു നടക്കുകയാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെയും രമണൻ്റെയും പേരിൽ കേസ് കൊടുക്കുന്നു. ഉടനെ പോലീസ് ലക്ഷ്മിയെയും ഭർത്താവിനെയും വിളിച്ചു വരുത്തി. അങ്ങനെ വല്ല നുണയും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ പിടിച്ച് ജയിലിലിടുമെന്ന് ശക്തമായ താക്കീത് നൽകി ഇവരെ വെറുതെ വിടുന്നു. ഇതിൽ കലി കയറിയ ലക്ഷ്മി അവരുടെ ജീവൻ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതോടെ രമണൻ ചന്ദ്രകലയ്ക്കെതിരെ കേസ് കൊടുത്തു. തൻ്റെ ഭാര്യയെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് ചന്ദ്രകലയാണെന്നും പറഞ്ഞിട്ടാണ് രമണൻ കേസ് കൊടുക്കുന്നത്. രമണൻ കൊടുത്ത പരാതിയിൽ ചന്ദ്രകലയെ പോലീസ് അറസ്റ്റ് ചെയ്തു ലോക്കപ്പിലാക്കി. ആശുപത്രിയിലുള്ള ലക്ഷ്മിയുടെ ജീവന് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളെ പുറത്തു വിടും എന്നാണ് പോലീസ് ചന്ദ്രകലയോട് പറഞ്ഞത്. 3 ദിവസം കഴിഞ്ഞതും ലക്ഷ്മി അപകടനിലയൊക്കെ തരണം ചെയ്ത് റിക്കവറായി. ഇതോടെ ചന്ദ്രകലയെ ഒന്നും ചെയ്യാൻ പറ്റാതെ പോലീസ് അവരെ വെറുതെ വിടുകയാണ്. വീട്ടിൽ വന്ന ചന്ദ്രകല വിഷ്ണുവിനെ വിളിച്ച് പോലീസ് ഒന്നും ഇതിൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മുടെ മകൾക്ക് നീതിയും കിട്ടില്ല എന്നും പറഞ്ഞ് വളരെ വിഷമത്തോടെ കരയാൻ തുടങ്ങി. ഇത് കേട്ട വിഷ്ണു പറഞ്ഞത്, പോലീസിൽ നിന്നോ സർക്കാരിൽ നിന്നോ നമ്മൾ നീതി പ്രതീക്ഷിക്കണ്ട, നമ്മൾക്ക് വേണ്ട നീതി നമ്മൾ തന്നെ നേടണമെന്നാണ്. ഇതിൽ ഒന്നും മനസ്സിലാവാതെ ചന്ദ്രകല കരഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ വിഷ്ണുവർദ്ധൻ ഒരു പ്ലാന് മനസ്സിൽ കണ്ടാണ് ആ ഒരു ഡയലോഗ് പറഞ്ഞത്.
ആ പ്ലാൻ നടത്തുന്നതിനായിട്ട് ഭാര്യയോട് പോലും പറയാതെ 2024 ഡിസംബർ 7-ന് വിഷ്ണു ലീവിന് നാട്ടിൽ വരുന്നു. വീട്ടുകാരെല്ലാം അകത്തായിരുന്ന സമയത്ത് ഉച്ചയ്ക്ക് പുറത്ത് കട്ടിലിൽ കിടന്ന് ഉറങ്ങിയ ആഞ്ജനേയൻ്റെ അടുത്ത് മുഖംമൂടി ധരിച്ച വിഷ്ണു വന്നു. അവിടെയൊക്കെ ചുറ്റും നോക്കി ആൾക്കാരൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അയാളുടെ വായിൽ കൊണ്ടുവന്ന തുണി തിരികിയ ശേഷം ഒരു ഇരുമ്പ് റോഡ് കൊണ്ട് അയാളുടെ തല അടിച്ചു പൊട്ടിക്കുകയാണ് വിഷ്ണു. അത് മാത്രവുമല്ല, അയാളുടെ പ്രൈവറ്റ് പാർട്ടും ആ ഇരുമ്പ് കമ്പി കൊണ്ടിട്ട് അടിച്ചു ചതച്ചു. ഇതെല്ലാം ചെയ്ത ശേഷം വിഷ്ണു അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആഞ്ജനേയനെ കൊന്ന ശേഷം വിഷ്ണു നാട്ടിൽ നിൽക്കാതെ ഉടനെ തന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇയാളുടെ മരണത്തിൽ പോലീസ് ഇങ്ങനെ അന്വേഷണം ആരംഭിക്കുകയാണ്. പക്ഷേ ഒന്നും ഒരു തുമ്പും പോലീസിന് ഇതിൽ കിട്ടുന്നില്ല. 5 ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം രാവിലെ വിഷ്ണുവർദ്ധൻ ഒരു വീഡിയോ പുറത്തു വിടുകയാണ്. വിഷ്ണുവിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ ഖത്തറിൽ പോയതിനു ശേഷം അത്യാവശ്യം വീഡിയോസൊക്കെ ഇട്ട് റൺ ചെയ്യുകയായിരുന്നു അയാൾ. ആ ചാനലിലാണ് താൻ സംസാരിക്കുന്ന ഒരു വീഡിയോ വിഷ്ണു ഇട്ടത്. ആ വീഡിയോയിൽ തൻ്റെ മകൾക്ക് നേരെ നടന്ന കൊടുമയും പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി. ഗംഗ അന്ന് പറഞ്ഞ ചന്ദ്രകല അയച്ചു കൊടുത്ത ആ വീഡിയോ സഹിതം അയാൾ ഇതിൽ പോസ്റ്റ് ചെയ്യുകയാണ്. വിഷ്ണു ആ വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ മകൾക്ക് നടന്നത് ഇനി ഒരു കുട്ടിക്ക് ഉണ്ടാവരുത്. പോലീസുകാരിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു ന്യായവും ലഭിച്ചില്ല. ഇതിൽ മനംനൊന്ത് തളർന്നിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ മകൾക്ക് ന്യായം വാങ്ങിക്കൊടുത്തു. ഞാനാണ് നാട്ടിൽ വന്ന് ആഞ്ജനേയനെ തലക്കടിച്ചു കൊന്നത്. ഇത് എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല. ഇപ്പോൾ ഞാൻ ഖത്തറിലാണ്. ചെയ്ത തെറ്റ് മൂടി വെച്ച് രക്ഷപ്പെടാൻ എൻ്റെ മനസാക്ഷി അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പുറത്തു പറയുന്നത്. 2 ദിവസത്തിനകത്ത് ഞാൻ നാട്ടിലെത്തി സ്റ്റേഷനിൽ കീഴടങ്ങും. എനിക്ക് ആന്ധ്ര മിനിസ്റ്ററോടും ആന്ധ്ര ഗവൺമെൻറ്റിനോടും ഒരേ കാര്യമേ ചോദിക്കാനുള്ളൂ. എൻ്റെ മകൾക്കോ നീതി ഉറപ്പാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ഇനിയും എത്ര പെൺകുട്ടികളുടെ നേരെ നടക്കുന്ന ക്രൂരതകൾക്ക് നേരെ നിങ്ങൾ കണ്ണടയ്ക്കും? ഇത്രയും പറഞ്ഞാണ് വീഡിയോ റിലീസ് ചെയ്തത്. ഈ വീഡിയോ കണ്ടാണ് പോലീസുകാർക്ക് മുഴുവൻ സത്യങ്ങളും മനസ്സിലായതും ആഞ്ജനേയൻ്റെ കൊലപാതകി ആരെന്ന് പിടികിട്ടിയതും. ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്ത് ആൾക്കാർ മുന്നോട്ടെത്തി. വിഷ്ണുവിനെ ശിക്ഷിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഒട്ടുമിക്ക ആൾക്കാരും രംഗത്തെത്തി. നാട്ടിലെത്തിയ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയാണ്. ഇതെല്ലാം വീഡിയോ വഴി അറിഞ്ഞ ചന്ദ്രകലയും മകൾ ഗംഗയും ഞെട്ടിപ്പോയി. ഈ ഒരു കേസ് ഇപ്പോഴും വിധിയൊന്നും ആവാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൽ വിഷ്ണുവർദ്ധൻ ചെയ്തതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.